നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ രഘു രാത്രിയില്? മാഡം, ഞാൻ മിയമോൾക്കുള്ള മരുന്ന് കൊണ്ടുവന്നതാ. കുഞ്ഞിന്റെ മരുന്ന് കൊണ്ടുവരണമെന്ന് ആമി എപ്പോഴാ രഘു നിന്നെ വിളിച്ചു പറഞ്ഞത്? കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴാ വരാൻ കഴിഞ്ഞത്. കുഞ്ഞിന് മെഡിസിൻ വാങ്ങി കൊടുക്കുന്ന കാര്യത്തിലെങ്കിലും നിനക്ക് കുറച്ച് ഉത്തരവാദിത്തം കാണിച്ചൂടെ രഘു? അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യാനും കഴിയണം. മാഡം, രാത്രി മോൾക്ക് ആഹാരത്തിന് ശേഷം കൊടുക്കേണ്ട മരുന്ന് കുഴപ്പമില്ല. ആർക്കും കുഴപ്പമില്ലെന്ന്? ഈ സ്ഥാപനത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. രാത്രി ഇവിടെ ആരും അന്വേഷിച്ച് ആരും വരാൻ പാടില്ല, പ്രത്യേകിച്ച് പുരുഷന്മാര്. മേലിൽ ഇത് ആവർത്തിക്കരുത് രഘു. എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ 6 മണിക്ക് മുമ്പ് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കണം. ഞാൻ വാങ്ങിയത് ആമിയെ ഏൽപ്പിച്ചോളാം. മനസ്സിലായോ? മനസ്സിലായി മാഡം. ആമിയോടും കൂടിയാ. ഇതുപോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇനി വന്നാലും ആമി പുറത്തേക്ക് വരണ്ട. അത് അനുവദിക്കില്ല. സോറി മാഡം, ഇനി ഉണ്ടാവില്ല. ഇന്ന് മാത്രം ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാം. രഘു ഇത് കൊടുത്തിട്ട് പോക്കോളൂ. താങ്ക്സ് മാഡം. ഇതുവരെ കാത്തു നിന്നത് വെറുതെ ആയില്ല. വിനയനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ അടിവേര് വരെ കണ്ടെത്തിയേ തിരിച്ചു പോകും. പിരിയാൻ വലിയ വിഷമമുണ്ടല്ലേ പാവം അമ്പിളി ചേച്ചി. ഈ വിനയനെ ആരും വിശ്വസിച്ചില്ലല്ലോ. എല്ലാവരും അനുഭവിക്കണം. അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ.
അങ്ങനെ അങ്ങ് പോയാലോ രഘുവേട്ടാ? നമുക്കിതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോവാം. നിനക്ക് എന്താ പിന്നെ വേണ്ടത്? ഈ വണ്ടിക്ക് മുമ്പിൽ ചാടി ചാവാനാണോ നിന്റെ തീരുമാനം? വിനയൻ ചാവേണ്ട സമയം കഴിഞ്ഞു പോയി രഘുവേട്ടാ. ഇനി അങ്ങോട്ട് ജീവിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. ആ, ഇതുപോലെയൊക്കെ ചെയ്ത നീ അധികകാലം ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതുപോലെ? ഓ, ഇതുപോലെ വണ്ടിക്ക് മുമ്പിൽ വന്ന് നിന്നുള്ള കാര്യമായിരിക്കും അല്ലേ? ഞാനൊരു കാര്യം അറിയിക്കാൻ വേണ്ടി നിന്നതാ രഘുവേട്ടാ. എന്ത് കാര്യം? ആ, രഘുവേട്ടൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നവരുടെ യഥാർത്ഥ പേര് അമൃത എന്നാണോ അതോ ആമി എന്നാണോ?